Hi everybody. So it's our fourth day of our road trip. So we are right now in Page, Arizona, and this is a part of the Glen Canyon National Park. And here you can see the Lake Powell behind us, and right at the end you can see the Glen Canyon Dam, which was built in 1956. And today is our fourth day, and we are planning to visit the state of Arizona today. And the next plan is going to be for to visit the Padre viewpoint at Lake Powell. After that, we'll be heading to the Antelope Canyon. Then from there to Horseshoe Bend, and from there to, what was the place again? Forrest Gump National Park, National Forest. And probably we will be winding up this day by driving towards the Zion National Park in Utah. Probably we'll be reaching in Utah sometime around 8:30, 9 o'clock tonight. So right now it's a beautiful day outside, pretty good sunshine out. It's gonna be roughly around 95 degrees out here. Kind of a little warm, but still it's okay. The Lake Powell looks really good. Really good color of the water. The sky looks really good as well. So no probabilities of, no chances of getting rain today. So hopefully we'll be having a good day today. Bye-bye. അങ്ങനെ ടിമ്മി പറഞ്ഞതുപോലെ 4-ാം ദിവസം ഞങ്ങൾ ലേക്ക് പവലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഭയങ്കര ഭംഗിയെ കാണാൻ. ഇങ്ങനെ പാറകളുടെ ഇടയ്ക്കൂടെ വെള്ളം കയറി ഇറങ്ങി കിടക്കുന്ന നല്ല രസമാണ്. ബൈ ദ വേ, ഞാൻ എൻ്റെ ഫാമിലീനെ ഒന്നും നിങ്ങളെ പരിചയപ്പെടുത്തിയില്ലല്ലോ. എൻ്റെ ഹസ്ബൻഡ് ടിമ്മി, എൻ്റെ പേരൻസ്, എൻ്റെ കസിൻസ്, നമുക്കൊന്ന് പരിചയപ്പെടാം. Timmy is the captain of the crew. And here comes the co-captain. And Miss Suja is our snack lord. And here comes Sinami, another snack lord. And Mommy, social media coordinator, Miss Lucy. Our navigation expert, Mr. James. Mommy, are we there yet? Not yet. And here you go, our chaos coordinator, Mr. Saprus. And Oichajan is going to be the communications manager, the PRO of the trip. Tamanam, are we there yet? Not yet. Let me see that. Can I see that? There you go. And Minamu. Oh, are we there yet? No? And here comes the photographer. Hey. ഇനി നിങ്ങൾക്ക് ഇച്ചിരിയുടെ ക്ലോസർ ആയിട്ടുള്ള ഇച്ചിരിയുടെ നല്ല വ്യൂ കാണിക്കാം. കണ്ടോ, അതിൻ്റെ ഇടയ്ക്കൂടെ പോകുന്ന ബോട്ട്സാണ്. ഇവിടെ ബോട്ട് റൈഡ് ഉണ്ട്. പക്ഷെ ഭയങ്കര പൊരിഞ്ഞ വെയിലായിരിക്കും. എന്നാലും അതൊന്ന് ചെയ്തിട്ടേ ഉള്ളൂ കാര്യം. കാരണം ഭയങ്കര രസമാണ്. പിന്നെ വെള്ളം ഇങ്ങനെ തിളങ്ങി കിടക്കുന്നത് അതുപോലെ ഇങ്ങനെ കയറി ഇറങ്ങി. ഇവിടുന്ന് നോക്കുമ്പോൾ പാറക്കെട്ടൊക്കെ ചെറുതായിട്ട് തോന്നും. പക്ഷേ ഞങ്ങൾ ഒത്തിരി മുകളിൽ ആൾട്ടിറ്റ്യൂഡിലാണ് നിൽക്കുന്നത്. താഴോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും പാറക്കെട്ടൊക്കെ ഭയങ്കര വലിയ പാറക്കെട്ടാട്ടോ. നമുക്ക് ബോട്ട് റൈഡിങ്ങിൻ്റെ സമയത്ത് കാണാം. ഇനി ഞങ്ങൾ ബോട്ട് റൈഡിങ്ങിന് എല്ലാവരുടെ കൂടി പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ അങ്ങോട്ട് നടക്കുക, ബോട്ടയിലേക്ക് നടക്കുക. അപ്പം ഗൈഡ് ഞങ്ങളോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഒത്തിരി വെള്ളം കൈ കൊണ്ട് നടക്കണം, ഭയങ്കര ഡ്രൈ ആണ്, അതുകൊണ്ട് വെള്ളം വേണമെന്ന്. അതാണ് എല്ലാവരും ഇങ്ങനെ ആളാം വിധം കുറേ പേര് വെള്ളം പിടിച്ചിട്ടുണ്ടേ. We on a boat trip and show them the boat. പണ്ട് ഞങ്ങൾ മെക്സിക്കോയിൽ ഇതുപോലെ ഒരു പ്രാവശ്യം ബോട്ടിങ്ങിന് പോയപ്പം ഞങ്ങളുടെ പെട്രോൾ തീർന്നു പോയി. അന്ന് തൊട്ട് ഡാഡി എപ്പം ബോട്ടിൽ പോയാലും ആദ്യമേ നോക്കുന്ന കാര്യമാണ് പെട്രോൾ. 55 ഗാലൻ ഉണ്ട്, ഫുൾ ടാങ്കിലാണ്. നമ്മൾ തിരിച്ചു വരുമ്പോൾ കൊടുക്കുമ്പോൾ ഫുൾ ടാങ്ക് കൊടുക്കണം. ഞങ്ങളുടെ ഈ ഗ്രൂപ്പിൽ ഇച്ചിരിയെങ്കിലും ബോട്ട് ഓടിച്ച് പരിചയമുള്ളത് എനിക്കും ഞങ്ങളുടെ കസിൻ റോയ് ചേട്ടായിക്കുമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും മാറി ഓടിക്കാമെന്നൊക്കെയുള്ള ഒരു ധൈര്യത്തിൽ ബാക്കി എല്ലാവരും ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് ഞങ്ങളുടെ ബോട്ടിൽ കയറി. അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങി.
ഇതാ ഇപ്പോൾ കാണുന്നത് ജെയിംസ് ടേയാണ് ഞങ്ങളെ മുന്നോട്ട് ഏത് ദിക്കിലേക്ക് എങ്ങനെയൊക്കെ പോകണം എന്ന് അവിടെ ഇൻസ്ട്രക്ഷൻസ് തന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് കാണാം റോയി ചേട്ടയെ ആഞ്ഞു പിടിച്ച് ഓടിക്കുന്നുണ്ട്. അതുകൊണ്ട് ഡാഡി നല്ല മുറുക്കയാക്കുന്നുണ്ട്. നമ്മുടെ ലൈഫ് ജാക്കറ്റ് നല്ല വലിച്ച് ആഞ്ഞു പിടിച്ച് ടൈറ്റ് ചെയ്യുന്നുണ്ട്. തൊമ്മൻ്റെയൊക്കെ ഓൾറെഡി ടൈറ്റ് ആക്കിയാണ് വെച്ചേക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഓരോ ബീറൊക്കെ അടിച്ച് ആ ചൂടത്ത് നല്ല ചൂടാണ്. കാര്യം പറഞ്ഞാൽ വെള്ളത്തിൻ്റെ അകത്താണെങ്കിലും ഭയങ്കര ചൂടാണ്. ഞങ്ങളെല്ലാവരും ഇങ്ങനെ പാട്ടൊക്കെ പാടി ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ ഒരു നമ്മൾ തമാശയൊക്കെ പറഞ്ഞ് പോവാം. അപ്പം ഏത് സൈഡിൽ ഏതിലൊക്കെ ബോട്ട് വന്നാലും അന്നേരം എല്ലാവരും ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും ഞങ്ങളുടെ ക്യാപ്റ്റന്. Tommy kunya, Tommy, look at apa? Hi, Toma. Hi. Hemsar, Saida, Hey. Unens, Roy sir, driver sir. ഇവിടെ അടുത്തേക്കൊക്കെ ഫോക്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം അത്യാവശ്യം മുഴുപ്പുണ്ട്. ഞാൻ പറഞ്ഞില്ലേ മേളിൽ നോക്കുമ്പം അത്രയും തോന്നത്തില്ലെങ്കിലും അടുത്ത് വരുമ്പോൾ നല്ല വലിയ പാറക്കെട്ടാണ്. ഫുൾ ഓറഞ്ച് നടുക്കുന്നിട്ട് ഗ്രീൻ കളറുള്ള വാട്ടർ നല്ല പച്ച, അതായത് നമ്മൾ സാധാരണ എപ്പോഴും നീല എന്നല്ലേ നമ്മുടെയൊക്കെ മനസ്സിൽ, പക്ഷേ ഇത് പച്ച വാട്ടർ. ഞാൻ നോക്കിയപ്പോൾ ഇതേ തൊമ്മൻ്റെ ഇരിപ്പ് കണ്ട ക്യാപ്റ്റൻ ആണെന്ന് തോന്നും. അതുകൊണ്ട് ചുമ്മാ ഒരു ഫോട്ടോ അങ്ങ് എടുത്തു. എന്നിട്ട് ഞങ്ങൾ വേറെ കുറേ ഫോട്ടോസ് ഇങ്ങനെ ബോട്ടയിൽ ഞങ്ങളെല്ലാവരും മതിയാവോളം എടുത്തു. അങ്ങനെ ഞങ്ങളുടെ ബോട്ട് യാത്രയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ആൻറ്റലൂപ്പ് കാന്യോൺ പേജ് എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. പേജിലുള്ള ആൻറ്റലൂപ്പ് കാന്യോണിലെത്തി. അങ്ങോട്ട് നടന്നു പോകുന്ന വഴിയാണ് നിങ്ങൾ കാണുന്നത്. മൊത്തം ഒരു ഡെസേർട്ട് ഏരിയയാണ്. ഈ കാണാൻ പോകുന്ന ആൻറ്റലൂപ്പ് കാന്യോൺ എന്ന് പറഞ്ഞാൽ അപ്പർ ആൻറ്റലൂപ്പും ഉണ്ട്, ലോവർ ആൻറ്റലൂപ്പും ഉണ്ട്. ഞങ്ങൾ ലോവറാണ് പിക്ക് ചെയ്തത്. അപ്പർ കുറേ ഇതിലും ഭയങ്കര സ്റ്റീപ്പാണ്. അപ്പോൾ ഞങ്ങളുടെ കൂടെ എല്ലാവർക്കും കയറാനും ഇറങ്ങാനും ഒക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞങ്ങൾ ലോവർ പിക്ക് ചെയ്തു. ഇതിൽ നടന്നു പോകുമ്പം ലാഡർ വെച്ചാണ് ഭൂമിയുടെ ഉള്ളിലേക്കാണ് നമ്മൾ ഇറങ്ങുന്നത്. അങ്ങനെ ഒത്തിരി സ്റ്റീപ്പായിട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ കാണുന്ന ഒരു ഭാഗമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇത് നാച്ചുറലി ഫോംഡ് ആണ്, മാൻമെയ്ഡ് അല്ല. അതാണ് ഇതിൻ്റെ വൺ ഓഫ് ദ മെയിൻ അട്രാക്ഷൻ. പിന്നെ ഇതിൻ്റെ മുകളിൽ നിന്ന് ഇച്ചിരി വെട്ടം വരും. ഇങ്ങനെ താഴേന്ന് മുകളിലേക്ക് ഫോട്ടോ എടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഈ പോർഷൻസൊക്കെ കാണാവുന്നത്. അങ്ങനെ വെട്ടം വരുമ്പോൾ അതിലെ മഴ പെയ്യുമ്പം വെള്ളം ഇറങ്ങും. അതുപോലെ കാറ്റ് വരുമ്പം പൊടി, മണൽ, അതുപോലെ ചെറിയ സൂര്യപ്രകാശം ചെറിയ സ്ഥലത്തൂടെ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ കിഴുത് വേണം വെട്ടത്തിനുള്ളിലേക്ക് വരാൻ. ഭയങ്കര ഭംഗിയാണ്. ആ വെട്ടം ഉള്ളിലേക്ക് വരുമ്പോൾ നല്ല ഗോൾഡൻ ഷെയ്ഡിലേക്ക് ഇത് ചില സ്ഥലത്തൂടെ ചെല്ലുമ്പോൾ ഇങ്ങനെ കാണാറുണ്ട്. പിന്നെ ഇവിടെ ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല. അവർ പറയുന്ന ഏരിയയിൽ മാത്രം ഫോട്ടോഗ്രാഫി അലൗഡ് ഉള്ളൂ. കാരണം അവർക്ക് ആൾക്കാർ ഇത് വന്ന് കാണണമെന്നാണ് ആഗ്രഹം. ഇങ്ങനെ ഞങ്ങൾ കുറേ ഫോട്ടോയൊക്കെ ഒരു തരത്തിൽ ഒപ്പിച്ചെടുത്തു കിട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെ കുറച്ച് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൂടി എടുത്ത് നോക്കി. ഭയങ്കര രസമല്ലേ, വേറൊരു രസമായതുകൊണ്ട്. അങ്ങനെ ഞങ്ങൾ പേജ് അരിസോണയിലുള്ള ലോവർ ആൻറ്റലൂപ്പ് കാന്യോൺ കണ്ടു.
ഞാൻ പറഞ്ഞ പോലെ ഭൂമിയുടെ ഉള്ളിലേക്ക് ഒത്തിരി ഇറങ്ങി വരുന്നതുകൊണ്ട് ഒത്തിരി പേർക്ക് പ്രഷർ ചേഞ്ചസ് ഒക്കെ വരുന്നുണ്ട് ഇങ്ങോട്ട് വരുമ്പം. അങ്ങനെ ഞങ്ങളുടെ കൂടെ തന്നെയുള്ള ചിലർ തല കറങ്ങി വീണു. അങ്ങനെ അവരെ പൊക്കിയെടുത്ത് ജ്യൂസ് കുടിപ്പിച്ച് അങ്ങനെ സംഭവ വികാസങ്ങളായ കാര്യങ്ങളൊക്കെ നടന്നു. അത് ആരാന്ന് പറയുന്നില്ല, ഞങ്ങളുടെ ഒരു ഓർമ്മയ്ക്ക് ചുമ്മാ കിടക്കട്ടെ. വീണ്ടും വിശപ്പിൻ്റെ വിളി അനുസരിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഗ്ലെൻ കാന്യോൺ ഡാം ഓവർലുക്ക് കാണാൻ പോയി. ഈ കാണുന്നതാണ് ഗ്ലെൻ കാന്യോൺ ഡാം. അവിടെ ചെന്നപ്പം വണ്ടിയൊക്കെ നിർത്തിയപ്പോൾ ഭയങ്കര കാറ്റ്. ഇനി എന്തായാലും ഈ ഡാമിനെ കുറിച്ച് പറയാൻ ജെയിംസ് ഏട്ടനെ ഞാൻ ഏൽപ്പിക്കുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്നത് അരിസോണയിലെ ഗ്ലെൻ കാന്യൻ ഡാമിലാണ്. ഇതിൻ്റെ ഹൈറ്റ് 710 ഫീറ്റാണ്. ഇത് സെക്കൻഡ് ഹയസ്റ്റ് ആർച്ച് ഡാമാണ് USA-യിലെ. ഹൈറ്റ് 710 ഫീറ്റാണ്. പിന്നെ 1380 മെഗാവാട്ട് ഇലക്ട്രിസിറ്റി ഇതിനകത്ത് നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. 8 ജനറേറ്റർ ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. ഇടുക്കിയിലെ പോലെ തന്നെ ആർച്ചായിട്ടാണ് ഇത് കിട്ടിയിരിക്കുന്നത്. അതായത് നമ്മൾ കണ്ടിരിക്കുന്നത് ആർച്ചായിട്ടുള്ളത് കിട്ടിയിരിക്കുന്നത്. ഞങ്ങൾ ഈ ഡാമോട് കഴിഞ്ഞിട്ട് ഇന്ന് വൈകിട്ട് പേജിൽ തന്നെയുള്ള ഹോഴ്സ് ഷൂ ബെൻഡൂടെ കാണാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. പക്ഷേ ഭയങ്കരമായിട്ട് മഴക്കാറായി. അതുകൊണ്ട് ഞങ്ങൾ ഇന്നത്തെ പരിപാടി ഇതോടെ തീർത്തു. See you tomorrow for the 5th day.